ടോവിനോ തോമസ് എന്ന നടനെ ഒരു താരമാക്കി മാറ്റിയ വർഷമായിരുന്നു 2017. അതിലാദ്യം വന്നത് ഒരു മെക്സിക്കൻ അപാരത. ഒരു നടൻ തന്നെ കൊമേഴ്സ്യൽ മൂവീസിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം ഒരു താരമെന്ന അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാൻ ഏറ്റവും അവിഭാജ്യമായ ഘടകമാണ് ആക്ഷൻ സീക്വൻസുകളും സ്ലോ മോഷൻ ഷോട്ട്സും ഒക്കെയുള്ള സിനിമകൾ. അതായിരുന്നു ടോവിനോ തോമസിന്റെ മെക്സിക്കൻ അപാരത. ഒരുപക്ഷെ നമ്മുടെ മുകേഷിനൊക്കെ മിസ് ഔട്ടായി പോയത് ഇങ്ങനൊരു സിനിമയായിരുന്നു. ഇനി അടുത്തത് മാത്തനും അപ്പുവും, മായാനദി. ആ പടത്തെ പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തതുകൊണ്ട് ഇവിടെ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി അതേ വർഷം ഇറങ്ങിയ മറ്റൊരു സിനിമ ഗോദ, ഒരു കംപ്ലീറ്റ് പാക്കേജ്. ഒരു നടനെ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രതിഷ്ഠിക്കാൻ പോകുന്ന തരത്തിലുള്ള ചില പടങ്ങളുണ്ട്. 6 മുതൽ 60 വരെയുള്ളവർക്ക് ഒരേപോലെ ആസ്വദിക്കാൻ പറ്റിയ സിനിമ അതായിരുന്നു ടോവിനോ തോമസിന്റെ ഗോദ. സോ ആക്ഷൻ ടച്ചുള്ള സിനിമ, റൊമാൻറ്റിക് സിനിമ, എല്ലാത്തിന്റെയും മിക്സ് ആയ ഒരു സിനിമ. അങ്ങനെ എല്ലാത്തരം ഓഡിയൻസിനെയും ടോവിനോ തോമസ് കയ്യിലെടുത്തൊരു വർഷമായിരുന്നു 2017. തൊട്ടടുത്ത വർഷം അദ്ദേഹത്തിൻ്റെതായ 8ഓളം സിനിമകൾ പുറത്തിറങ്ങി. അതിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും വിജയമായതും തീവണ്ടി. ഇതേ വർഷം മാരി 2 എന്ന തമിഴ് സിനിമയിൽ വില്ലൻ വേഷവും ചെയ്തു. 2019 ആദ്യത്തെ ഔട്ടിംഗ് ലൂസിഫറിലെ ജതിൻ രാംദാസ്. അതേ വർഷം തന്നെ പുള്ളിയുടെ ഫിസിക്കിന് ചേർന്ന ഒരു കിടിലൻ ആക്ഷൻ പടം ചെയ്തിരുന്നു കൽക്കി. പക്ഷെ ആ സിനിമയിലെ BGM ഹിറ്റായ അത്രയും ആ സിനിമ ഹിറ്റായില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇതേ വർഷം വൈറസ്, ഉയരെ പോലുള്ള മൾട്ടി സ്റ്റാർ സിനിമകളിൽ ഏതാണ്ട് ഒരേപോലെ ഇരിക്കുന്ന 2 അർബൻ ക്യാരക്ടറുകൾ. ശേഷം 2020 ഫോറൻസിക്. നമ്മുടെ മലയാളത്തിൽ ഒരു രാക്ഷസനൊക്കെ ആവേണ്ടതായിരുന്നു, ബട്ട് എവിടെയൊക്കെയോ പാളിപ്പോയി. എന്നിരുന്നാലും ഒരു കുട്ടിക്ക് എന്തുകൊണ്ട് സീരിയൽ കില്ലർ ആയിക്കൂടാ എന്നുള്ള ഒരു പഞ്ചൊക്കെ കിടിലനായിരുന്നു. ശേഷം 2021 കാണേ വെറുപ്പിച്ചൊരു സിനിമയായിരുന്നു അത്. സിനിമ മോശമായതുകൊണ്ടല്ല, അത് നന്നായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്. മായാനദി കണ്ട് മനസ്സിൽ കയറ്റി വെച്ചിരുന്ന മാത്തനെയും അപ്പുവിനെയും എടുത്ത് പുറത്തേക്കിടാൻ പ്രേരിപ്പിച്ചൊരു സിനിമ. ശേഷം അതേ വർഷം ഡിസംബറിൽ നെറ്റ്ഫ്ലിക്സ് റിലീസായി മിന്നൽ മുരളി. ഒരു കണക്കിന് അതൊരു ഡയറക്റ്റ് OTT റിലീസായത് നന്നായി. കാരണം അതുകൊണ്ട് അവർ യുവരാജ് സിംഗിനെയും ദ ഗ്രേറ്റ് കാളിയൊക്കെ വെച്ച് എക്സ്റ്റെൻസീവ് മാർക്കറ്റിംഗ് ചെയ്തിരുന്നു. സോ ഇന്ന് ആ സിനിമയ്ക്ക് ഒരു പാൻ ഇന്ത്യൻ അപ്പീലുണ്ട്. ഇൻ കേസ് ഒരു സെക്കൻഡ് പാർട്ട് വരികയാണെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് പോയിക്കൂടായികയും ഇല്ല. ശേഷം 2022 തല്ലുമാല. തെക്കോട്ടേക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ പടം ഇങ്ങ് വടക്കോട്ടേക്ക് വൻ ഓളമാണ് ഉണ്ടാക്കിയത്. പാട്ടുകളെല്ലാം ചാർട്ട് ബസ്റ്റേഴ്സ്. പിന്നെ വേണ്ടി വന്നാൽ ഞാൻ പഠിച്ച് ഡാൻസും ചെയ്യും എന്ന് ടോവിനോ കാണിച്ചു തന്നൊരു സിനിമ. ശേഷം 2023 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റ് സിനിമയിലെ മെയിൻ ലീഡ് കഥാപാത്രം. തൊട്ടടുത്ത വർഷം അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലൂടെ മറ്റൊരു 100 crore. 2025 എമ്പുരാനിലെ വില്ലൻ വേഷം. ഇനി വരാനുള്ളത് പള്ളിച്ചട്ടമ്പി. സോ വി ഓൾറെഡി നോ ഹി ഈസ് ഹിയർ ടു സ്റ്റേ.